തിരൂരിൽ സ്പാകൾ കേന്ദ്രീകരിച്ച ഹണി ട്രാപ്പുകൾ ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നും അത്തരത്തിലൊരു സംഭവം നടന്ന് അതിൽ പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ പ്രതികളെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സാറേ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. എന്താണ് നിലവിലുണ്ടായ കേസിലെ വിവരങ്ങൾ? ഇവിടെ ഞാൻ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടുത്തിടെയാണ് ഇവിടെ ചാർജ് എടുത്തത്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് ഇതുപോലെ ഒരു സ്പാ നടക്കുന്നതിനുള്ള വിവരം കിട്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്പാ ഞങ്ങൾ റെയ്ഡ് നടത്തിയിരുന്നു. പക്ഷേ അന്ന് അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനമായിരുന്നു. ഉടനെ തന്നെ നമ്മൾ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ലെറ്റർ കൊടുത്ത് അത് പെട്ടെന്ന് തന്നെ പൂട്ടിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ 8-ാം തീയതി ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഞങ്ങൾ അതിൻ്റെ മറ്റു നടപടികൾ സ്വീകരിച്ചു. പെട്ടെന്ന് തന്നെ ഒരു ടീം രൂപീകരിച്ചു. അതിനെ തുടർന്നുള്ള അന്വേഷണം വളരെ ശക്തമായിട്ട് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികളെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ കവർച്ച ചെയ്യപ്പെട്ട വസ്തുക്കൾ മുക്കാൽ ഭാഗവും ഞങ്ങൾ പിടികൂടാൻ സാധിച്ചു. ഇത് ഇനി നമ്മുടെ ഈ സ്റ്റേഷൻ പരിധിയിലൊക്കെ തന്നെ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം അന്വേഷിക്കുകയും അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ചെയ്യുന്നതായിരിക്കും. ഈ നിലവിൽ ഈ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഉൾപ്പെടെ അവർക്കുണ്ടായിരുന്നു? ഇവർ ഈ മെസ്സാജ് ചെയ്യുന്ന ലൈസൻസ് ഉൾപ്പെടെ അവിടെ ജീവനക്കാർക്ക് ഉണ്ടായിരുന്നു സാറേ? ഇത് ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് പരിശോധിച്ചപ്പം ഇതിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ബ്യൂട്ടി പാർലർ എന്ന രീതിയിലുള്ള ഒരു ലൈസൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ മസാജ് സെൻറ്റർ അല്ലെങ്കിൽ സ്പാ നടത്തുന്നതിന് അത് മെഡിക്കൽ എക്സ്പേർട്ടും അതുപോലെ തന്നെ തെറാപ്പിസ്റ്റുകളും ആവശ്യമാണ്. ഈ പറഞ്ഞ രീതിയിലുള്ള ലൈസൻസ് ഒന്നും തന്നെ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെയുള്ള നടപടിയും മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഈ പരാതിക്കാരനായിട്ടുള്ള ആൾക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ടല്ലോ നിലവിൽ? അതെ, അത് ഈ പരാതിക്കാരനെതിരെ വന്ന കേസ് എന്ന് പറയുന്നത് ഇതിൽ ഉള്ള സ്ത്രീകൾക്കെതിരെ അദ്ദേഹം ആ രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ പരാതി അത് വസ്തുനിഷ്ഠമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്കെതിരെയും കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം സ്പാകളിലൊക്കെ പരിശോധനകൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അത് ഇതുപോലുള്ള സോഴ്സ് റിപ്പോർട്ടുകൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ജില്ലാ പോലീസ് മേധാവി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി തുടർന്നുണ്ടാവാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് തിരൂർ SHOയും വ്യക്തമാക്കുന്നത്.